നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു, ദേവിയും ഭക്തരും പോയി. പക്ഷേ നഗരത്തിൽ അവശേഷിച്ച മൺകലങ്ങളെക്കാൾ വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ രാഷ്ട്രീയ ചാണക്യന്മാർക്കിടയിൽ നടക്കുന്നത്. നഗരം ആര് തൂത്തുവാരുമെന്നതിനേക്കാൾ ആരുടെ തലയിൽ ഈ ചപ്പുചവറുകൾ കൊണ്ടിടുമെന്നതിലാണ് ഇപ്പോൾ തർക്കം. ഇവിടെ അവസ്ഥ വളരെ ഗൗരവമാണ്. പൊങ്കാല കഴിഞ്ഞപ്പോൾ നഗരം ക്ലീൻ ആയി എന്ന ഒരു വിഭാഗം, ഇല്ല ഇത് മാലിന്യ കൂമ്പാരമാണെന്ന് മറുവിഭാഗം. സത്യത്തിൽ നഗരത്തിലെ റോഡുകൾ കാണണമെങ്കിൽ ആദ്യം ഈ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളുടെ കൂമ്പാരം ഒന്ന് വകഞ്ഞു മാറ്റേണ്ട അവസ്ഥയാണ്. മന്ത്രി ശിവൻകുട്ടി സാർ കഴിഞ്ഞ ദിവസം ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തി. കോർപ്പറേഷന് മുകളിലാണ് സർക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മേയർ ചൂലെടുത്താൽ അത് ഇടത്തോട്ട് വീശണോ അതോ വലത്തോട്ട് വീശണോ എന്ന് തീരുമാനിക്കുവാൻ മുകളിൽ ആള് ഉണ്ട് എന്ന് സാരം. ഇതിന് മറുപടിയുമായി വി രാജേട്ടൻ വന്നിട്ടുണ്ട്. മന്ത്രി സ്വന്തം പണി നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മന്ത്രിയുടെ പണി പരീക്ഷാ പേപ്പർ നോക്കലാണെന്നും റോഡിലെ ചപ്പില നോക്കലല്ലെന്നും ചുരുക്കം. ഡിവൈഎഫ്ഐയുടെ മാലിന്യ മാർച്ചിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഐറ്റമാണ്. മാലിന്യം നീക്കിയില്ല എങ്കിൽ തങ്ങൾ നേരിട്ടിറങ്ങി വൃത്തിയാക്കുമെന്നാണ് അവരുടെ വെല്ലുവിളി. പക്ഷേ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിഷേധം നടക്കുമ്പോഴും കയ്യിൽ സിന്ദാബാദ് വിളിക്കുവാനുള്ള കൊടിയല്ലാതെ ഒരു ചൂല് പോലും ആരുടെയും കയ്യിൽ കണ്ടില്ല എന്നതാണ്. ഇനിയിപ്പോ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കാറ്റടിച്ച് മാലിന്യം പറന്നു പോകുമെന്നാണ് അവർ കരുതിയിട്ടുണ്ട് എന്നതും അറിയില്ല. മറുഭാഗത്ത് BJP കൗൺസിലർ പറയുന്നത് ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന എന്നാണ്. ഓരോ പ്ലാസ്റ്റിക് കവറിന് പിന്നിലും ഒരു CPM ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അവരുടെ കണ്ടെത്തൽ. മാലിന്യം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അത് വാറുന്നതിനേക്കാൾ സൗകര്യം അതിനു ചുറ്റും നിന്ന് സെൽഫി എടുക്കുവാനും ചാനലിൽ ചർച്ച വെക്കുവാനുമാണ്. നഗരം ക്ലീൻ ആയാൽ പിന്നെ ഇവർ എന്തിന്റെ പേരിൽ തല്ലുകൂടും. അതുകൊണ്ട് മാലിന്യം ഒരു രാഷ്ട്രീയ ആവശ്യമായി ഇവിടെ നിലനിൽക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ മാലിന്യത്തിലെ അഴിമതി, മാലിന്യത്തിലെ വർഗീയത, മാലിന്യത്തിലെ വിദേശ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ആറ്റുകാൽ പൊങ്കാല വിവാദം ഇപ്പോൾ വെറും കവലത്തല്ലല്ല, മറിച്ചൊരു സർജിക്കൽ സ്ട്രൈക്കായി മാറിയിട്ടുണ്ട്. നഗരസഭയിലെ 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. മാലിന്യം പോയില്ല എങ്കിലും ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. നഗരസഭയിലെ 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഭരണ സൗകര്യാർത്ഥം മാറ്റി എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ നാട്ടുകാർ പറയുന്നത് പൊങ്കാല ചവറുകൾ വാർന്നതിനേക്കാൾ വേഗത്തിൽ ഉദ്യോഗസ്ഥരെ വാർന്നത് മന്ത്രിയുടെ മുകളിൽ നിന്നുള്ള ഇടപെടലെന്നാണ്. മന്ത്രി ശിവൻകുട്ടി സാർ ഇപ്പോൾ RDOയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. അതായത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എവിടെ തുപ്പി, ഏത് കവറിൽ എത്ര ചാരമുണ്ട് എന്നൊക്കെ ഇനി RDO കണ്ടുപിടിക്കണം. നഗരസഭയുടെ ഭരണം BJP ആയതുകൊണ്ട് CPM ഇപ്പോൾ ഓരോ കരിയിലയിലും ഗൂഢാലോചന തിരയുകയാണ്. രാജേട്ടനാകട്ടെ ഇപ്പോൾ ഫുൾ ഫോമിലാണ്. മന്ത്രി ആദ്യം സ്വന്തം വകുപ്പിലെ പരീക്ഷാ പേപ്പർ ഒന്ന് വാരട്ടെ, എന്നിട്ടാകാം ഇവിടുത്തെ ചവറുകൾ എന്നാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. ആദ്യം നഗരം ക്ലീൻ ആണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ എന്തിനാണ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ മറുചോദ്യം. ഇതിനിടയിൽ AA റഹീം MPയും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നഗരസഭ പരാജയപ്പെട്ടാൽ CPM അണികൾ സ്വന്തം ചൂലുമായി ഇറങ്ങുമെന്നാണ്. പക്ഷേ ഇതിനിടയിൽ പൊങ്കാലക്കല്ലുകൾ ഉപയോഗിച്ച് വീട് വെച്ച് നൽകുമെന്ന വാഗ്ദാനം എവിടെ പോയി എന്ന് ചോദിച്ചാൽ മാത്രം എല്ലാവർക്കും പെട്ടെന്ന് ചെവി കേൾക്കാതാകും. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ മാലിന്യം അവിടെ തന്നെ ഇരിക്കുവാനാണ് സാധ്യത. കാരണം റിപ്പോർട്ടിൽ ഏത് പാർട്ടിയുടെ മാലിന്യമാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കേണ്ടേ. നേരത്തെ കുടിവെള്ളം തടഞ്ഞത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ ചപ്പിലകൾ കുന്നുകൂടുന്നതും രാഷ്ട്രീയ നാടകമായി കാണുന്നു. ചുരുക്കത്തിൽ തിരുവനന്തപുരത്തെ വായുവിൽ ഇപ്പോൾ 2 മണങ്ങളാണ്. ഒന്ന് കരിഞ്ഞ ശർക്കരയുടെ പായസമണം, 2 രാഷ്ട്രീയക്കാരുടെ അടിയുടെ ചീഞ്ഞ മണം. ഇടറോഡുകളിലും ക്ഷേത്ര പരിസരത്തു നിന്നും മാലിന്യം നീക്കില്ല എങ്കിൽ ഡിവൈഎഫ്ഐ ഇറങ്ങി വൃത്തിയാക്കുമെന്നാണ് വെല്ലുവിളി. എന്നാൽ CPM രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. ആദ്യം കുടിവെള്ളക്ഷാമം, പിന്നീട് പാർക്കിംഗ് ഫീ പ്രശ്നം, ഇപ്പോൾ മാലിന്യ നീക്കം. പൊങ്കാല കഴിഞ്ഞ അന്ന് തന്നെ, അതായത് ആ രാത്രി തന്നെ നഗരം ക്ലീൻ ആക്കിയെന്നാണ് കോർപ്പറേഷന്റെയും BJPയുടെയും അവകാശവാദം. പക്ഷേ പലയിടങ്ങളിലും മാലിന്യ നീക്കം പൂർത്തിയായിട്ടില്ല. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴും മാലിന്യം നിറഞ്ഞു കവിഞ്ഞു കിടപ്പുണ്ട്. മാലിന്യ നീക്കം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP കൗൺസിലർ ശ്രുതിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. നഗരത്തിൽ നിന്ന് ശേഖരിച്ച മാലിന്യം പൊതുസ്ഥലങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ഡിവൈഎഫ്ഐയുടേത് വെറും രാഷ്ട്രീയ ആരോപണമെന്നാണ് മേയറുടെ പ്രതികരണം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം നീക്കാത്തത് എന്താണെന്ന് പരിശോധിക്കുമെന്നും മേയർ പറയുന്നു. ഉദ്യോഗസ്ഥരിൽ ചിലർ ഒത്തുകളിച്ചുവെന്നും ആരോപണമുണ്ട്. പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്ര പരിസരത്ത് മനഃപൂർവ്വം കുടിവെള്ളക്ഷാമം ഉണ്ടാക്കിയെന്ന് BJP ആരോപിച്ചിരുന്നു. സർക്കാരിനെതിരെ BJP അനാവശ്യ വിവാദങ്ങൾ ശ്രമിച്ചുവെന്നായിരുന്നു പൊങ്കാല കഴിഞ്ഞയുടൻ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചത്. പതിവില്ലാത്ത വിധം മാലിന്യം നീക്കം പൂർത്തിയാക്കാതിരുന്നത് ആയുധമാക്കുകയാണിപ്പോൾ CPM.